നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം SIയുടെ എക്സാം, മെയിൻസിന്റെ എക്സാം എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. നമ്മളതിന്റെ ആൻസർ കീ ഡിസ്കഷൻ ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ സൈക്കോളജിയുടെ ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് സൈക്കോളജി അതിൽ നിന്നൊന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പം നിങ്ങൾ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്താൽ തന്നെ നിങ്ങൾക്കറിയാം, ആ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ MAയുടെ പുസ്തകത്തിൽ പോലും മിക്ക ക്വസ്റ്റ്യൻസും ഇല്ല. പലതും നമുക്ക് വായിച്ചെടുക്കാം. ഇപ്പൊ ടോപ്പിക്സിൽ നിന്നും ചോദിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ടോപ്പിക്സിൽ നിന്നും ഒരിക്കലും നമ്മൾ വായിക്കാൻ സാധ്യതയില്ലാത്ത സെലക്ട് ചെയ്തിട്ടാണ് PSC ചോദിച്ചിട്ടുള്ളത്. അതിന്റെ മലയാളം വേർഷൻ വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യവും നമുക്ക് മനസ്സിലാവാനും പോകുന്നില്ല. ഓക്കെ, അപ്പൊ 10 ചോദ്യത്തിനകത്ത് അങ്ങേയറ്റം 4 ചോദ്യത്തിനോളം ആൻസർ എഴുതാൻ പറ്റും. നന്നായിട്ട് പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് 4ഓ 5ഓ അങ്ങേയറ്റമാണ്, അല്ലെങ്കിൽ 3 ക്വസ്റ്റ്യൻ എങ്കിലും ആൻസർ എഴുതാൻ പറ്റും. ബാക്കിയൊന്നും കറക്റ്റായിട്ട് കിട്ടില്ല. പിന്നെ ഭാഗ്യത്തിന് 5 മാർക്കൊക്കെ കിട്ടിയാലായി. അപ്പം നിലവാരം പുലർത്തിയ പരീക്ഷയാണ്, മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നിലവാരം പുലർത്തിയ പരീക്ഷയായിരുന്നെന്നും പ്രാഥമിക ഉത്തര സൂചികയിൽ പലതരം പിശകുകൾ വന്നിട്ടുണ്ടെന്നും ഇപ്പൊ ന്യൂസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണെന്ന്. പ്രതീക്ഷിക്കുന്ന കട്ട് ഓഫ് 50-55 ആണ്. അപ്പൊ 50-55 റേഞ്ചിലേക്ക് ഒരുപാട് പേര് പോയിട്ടുണ്ട്. 50 മാർക്ക്, 49, 48 മാർക്കൊക്കെ കിട്ടിയവരുണ്ട്. അപ്പൊ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, ആംഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ ചോദ്യങ്ങൾ മികച്ച നിലവാരം പുലർത്തി. സിലബസ് ഭാഗങ്ങളിൽ നിന്നും ശരിയായ പരിശീലനവും ആഴത്തിലുള്ള തയ്യാറെടുപ്പും നടത്തിയവർക്ക് മികച്ച രീതിയിൽ പരീക്ഷ നേരിടാൻ കഴിഞ്ഞിട്ടുണ്ടാവും. ആകെ ചോദ്യങ്ങളുടെ 40% വരെ പ്രസ്താവന മാതൃകയിലാണ് വന്നത്. ഇത്തരം ചോദ്യങ്ങളുടെ ബാഹുല്യം കൊണ്ട് തന്നെ നിശ്ചിത സമയത്തിനുള്ളിൽ ഉത്തരം എഴുതി പൂർത്തിയാക്കുക എന്നത് ഉദ്യോഗാർത്ഥികൾക്ക് വലിയ വെല്ലുവിളിയായിരിക്കാൻ സാധ്യതയുണ്ട്. IT അടിസ്ഥാന വിവരങ്ങൾ, കുറ്റകൃത്യങ്ങൾ, IT ആക്ട് എന്നിവയിലെ ചോദ്യങ്ങൾ +2 ലെവലിനും മുകളിലുള്ളവയായിരുന്നു. ഉദ്യോഗാർത്ഥികളെ കൂടുതൽ വലച്ച ചോദ്യങ്ങൾ ഈ ഭാഗത്തെ ആയിരിക്കണം. നന്നായി തയ്യാറെടുത്തവർക്ക് പെട്ടെന്ന് ഉത്തരം എഴുതാൻ പാകത്തിലുള്ള 20 വരെ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. ചോദ്യപേപ്പർ മൊത്തത്തിൽ വിശകലനം ചെയ്യുമ്പോൾ ഈ പരീക്ഷയ്ക്ക് 50 മുതൽ 55 റേഞ്ച് കട്ട് ഓഫ് പ്രതീക്ഷിക്കാം. ഇനി PSC പ്രസിദ്ധീകരിച്ച പ്രാഥമിക ഉത്തര സൂചികയിൽ ഏതാനും പിശകുകൾ കടന്നുകൂടിയിട്ടുണ്ട്. ഇലക്ട്രോണിക് രൂപത്തിൽ ലൈംഗികത സ്പഷ്ടമാക്കുന്ന കാര്യങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് സെക്ഷൻ 67A പ്രകാരം രണ്ടാമത്തെ കുറ്റത്തിനുള്ള പരമാവധി ശിക്ഷ എന്ത് എന്ന ചോദ്യത്തിന്റെ ശരിയുത്തരം 7 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. ഓപ്ഷൻ B. എന്നാൽ PSC പ്രാഥമിക ഉത്തര സൂചികയിൽ ഓപ്ഷൻ A ആണ് ശരിയായ ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നത്. ദെൻ പൊട്ടൻഷ്യൽ ഡിജിറ്റൽ എവിഡൻസ് എന്താണെന്നതിനും പ്രാഥമിക ഉത്തര സൂചികയിൽ നൽകിയിരിക്കുന്ന സൂചനയിൽ പിശകുണ്ട്. ഓപ്ഷൻ A ആണ് ശരി. ബയോമെട്രിക്സിൽ ഏറ്റവും വിശ്വസനീയമായത് ഏത് എന്ന ചോദ്യത്തിന്റെ ശരി ഉത്തരം ഓപ്ഷൻ A ഐറിസ് ആണ്. അപ്പം ഏറ്റവും കൂടുതൽ സൂചികയിൽ തെറ്റ് വന്നിരിക്കുന്നത് ഇതുമായിട്ട് സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്സ് ആണ്. സൈക്കോളജിയുടെ കാര്യത്തിൽ പ്രാഥമിക സൂചിക തെറ്റിയിട്ടില്ല എന്നാണ് നിലവിലുള്ള അറിവ്. അപ്പം എല്ലാവർക്കും എത്ര പെർസെന്റേജ് മാർക്ക് ഉണ്ടെന്ന് നിങ്ങളൊന്ന് താഴെ ഒന്ന് ഇടുക കേട്ടോ. അപ്പൊ ഏതെങ്കിലുമൊക്കെ ഈ വീഡിയോയുടെ താഴെ കമന്റ് കാണുമ്പോൾ ഏകദേശം ഈ ഒരു 50-55 കറക്റ്റ് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും.